നിങ്ങളിൽ പലരും ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും ഇയർബഡ്സ് ഉപയോഗിച്ച് ചെവി ക്ലീൻ ചെയ്യുന്ന സ്വഭാവമുള്ളവരായിരിക്കും അല്ലേ? കാരണം ചോദിച്ചാൽ ചെവിയിലടിയുന്ന അഴുക്ക് ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്യും. എന്നാൽ അറിയുക, ചെവിക്കുള്ളിൽ കാണുന്ന ചെവിക്കായം നാം ദിവസവും വൃത്തിയാക്കേണ്ട അഴുക്കല്ല. ചെവിക്കുള്ളിൽ ബാക്ടീരിയയും കീടങ്ങളും ഫംഗസും മറ്റും കയറിയാൽ അതിനെ നശിപ്പിച്ച് ചെവിയുടെ രോഗപ്രതിരോധ ശേഷിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രീസ് പോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തുവാണിത്. സാധാരണഗതിയിൽ കൂടുതൽ ഉണ്ടാകുന്ന ചെവിക്കായം കുളിക്കുമ്പോൾ ചെവിയിൽ നിന്നും പുറത്തേക്ക് പോകും. ചെവി ശുദ്ധമാക്കാൻ വേണ്ടി നിങ്ങൾ ഇയർബഡ്സ് ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ചെവിക്ക് ഗുണകരമല്ലാത്ത കാര്യങ്ങളാണ്. ചെവികളെ സംരക്ഷിക്കുന്ന ചെവിക്കായം പൂർണ്ണമായും നഷ്ടപ്പെട്ടാൽ ചെവിയിൽ ചൊറിച്ചിൽ, ഫംഗസ്, അലർജി രോഗങ്ങൾ എന്നിവയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെവിയിൽ കീടങ്ങൾ പ്രവേശിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിങ്ങൾ ഇയർബഡ്സ് ഉപയോഗിക്കുമ്പോൾ ചെവിക്ക് പുറത്തിരിക്കുന്ന വാക്സ് മാത്രമേ നീക്കം ചെയ്യപ്പെടുകയുള്ളൂ. യഥാർത്ഥത്തിൽ വാക്സിന്റെ കൂടുതൽ ഭാഗം നിങ്ങൾ ചെവിക്കുള്ളിലേക്ക് തള്ളി വയ്ക്കുകയാണ് ഫലത്തിൽ ചെയ്യുന്നത്. ഇത് കട്ടിപിടിച്ച് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇയർബഡ്സ് ചെവിയിലിടുമ്പോൾ ചെവിക്കായം ഇയർ ഡ്രമ്മിൽ പോയി മുട്ടിയിരിക്കും. ഇയർ ഡ്രമ്മിന് വൈബ്രേഷൻ, അതായത് ശബ്ദത്തിനനുസരിച്ചുള്ള ഇയർ ഡ്രമ്മിന്റെ ചലനം കുറയുകയും ക്രമേണ കേൾവിക്കുറവ്, ചെവിയിൽ മുഴക്കം, തലകറക്കം എന്നിവയുണ്ടാകുകയും ചെയ്യും. ഇയർബഡ്സിന് പകരം ഈർക്കിൽ, ഹെയർപിൻ, മൂർച്ചയുള്ള വസ്തുക്കൾ, ചെവിത്തോണ്ടി എന്നിവ ചെവി ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ചെവിക്കുള്ളിൽ മുറിവ്, പോറലുകൾ, ഇൻഫെക്ഷൻ, ഇയർ ഡ്രം പൊട്ടിപ്പോവുക എന്നിങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെവിയിലടിയുന്ന ചെവിക്കായം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് സ്വയം പുറത്തേക്ക് പോകും. എന്നാൽ ചിലരിൽ ചെവിയിൽ വാക്സ് അടിഞ്ഞുകൂടി കട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. ഇത് സ്വയം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടകരമാണ്. കട്ടിയുള്ള വാക്സ് ചെവിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നല്ല ENT ഡോക്ടറെ കണ്ട് സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതാണ് നല്ലത്. പൊതുസമൂഹത്തിന് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ethnihealthcode.com.